നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. തോട്ടടയിൽ ബസ് മറിഞ്ഞ് 8 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തലശ്ശേരി കണ്ണൂർ റൂട്ടിലോടുന്ന പത്മശ്രീ ബസ്. ബ്രേക്ക് ഡൌൺ ആയതാണ് അപകട കാരണമെന്ന സൂചന. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ജില്ലാ നേതൃയോഗം നാളെ. സമവായ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചർച്ച ചെയ്തു. AI ഗ്രൂപ്പുകൾക്ക് തെരഞ്ഞെടുപ്പ് നിർണായകം. കരുത്ത് തെളിയിക്കാൻ ഇരുപക്ഷവും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനും വിലക്കയറ്റത്തിനുമെതിരെ. നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് സമീപിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ. ജില്ലയിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ. മഴക്കാല രോഗങ്ങൾക്ക് പുറമെ മാരക രോഗങ്ങൾ വരെ പടർന്നു പിടിക്കാമെന്ന റിപ്പോർട്ട്. തൊഴിലിടങ്ങളിലും മതിയായത്ര സൗകര്യങ്ങളും ശുചിത്വവുമില്ല. ആരോഗ്യവകുപ്പ് തൊഴിലുടമകൾക്ക് നോട്ടീസ് നൽകി. ട്രെയിനിൽ നിന്ന് യാത്രക്കാരുടെ മേൽ കരിയോയിൽ തെറിച്ച സംഭവം. യാത്രക്കാർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടിക്ക്. റെയിൽവേ കോർഡിനേഷൻ കമ്മിറ്റി റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. നോട്ടീസ് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട്. വിശദമായ വാർത്തകളിലേക്ക്. തോട്ടടയിൽ ബസ് മറിഞ്ഞു, 8 പേർക്ക് പരിക്ക്. തലശ്ശേരി കണ്ണൂർ റൂട്ടിലോടുന്ന പത്മശ്രീ ബസ്സാണ് ഉച്ചയ്ക്ക് 1 മണിയോടെ ചിറക്ക് താഴെ ചിമ്മിണിയാൻ വളവിന് സമീപം മറിഞ്ഞത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് കരുതുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ തോട്ടടയ്ക്കു സമീപം ചിറക്കുതാഴെ ചിമ്മിണിയാൻ വളവിൽ ബസ് മറിഞ്ഞത്. കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോകുകയായിരുന്ന പത്മശ്രീ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബസ് യാത്രക്കാരായ 8ഓളം പേർക്ക് പരിക്കേറ്റു. അതേസമയം ബസ്സിൽ യാത്രക്കാർ കുറഞ്ഞത് വൻ ദുരന്തം ഒഴിവാക്കി. ചിറക്കുതാഴെ ചിമ്മിണിയൻ വളവിൽ അപകടം പതിവാണ്. 1 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് ഇവിടെ ബസ് അപകടം ഉണ്ടാവുന്നതെന്ന് വാർഡ് മെമ്പർ ഭാരതി സിറ്റി ന്യൂസിനോട് പറഞ്ഞു. കണ്ണൂരേക്ക് പോകുന്ന ബസ്സാണ്, പക്ഷേങ്കിൽ തലശ്ശേരിയൊക്കെ വന്ന പോലെയാണ് മറിഞ്ഞിട്ട് കാണുന്നത്. ഞാൻ ഇവിടുന്ന് ഗ്രാമസഭേൻ്റെ കത്ത് കൊടുക്കുന്നതിന് പക്ഷേ അറിഞ്ഞിട്ട് ഓടിയെത്തുമ്പോഴേക്ക് പക്ഷേ ജനങ്ങളെയാണ് സമ്മതിക്കേണ്ടത്. ഇവിടെ ഒരാളില്ലാത്തൊരു ഏരിയയാണ്. പക്ഷെ പാടായി തോട്ടട ഓട്ടോക്കാർ ഓടിയെത്തി, എല്ലാവരും ഓടിയെത്തി ആ സ്പോട്ടിൽ തന്നെ ആളെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപകടം നടന്ന ഉടനെ തോട്ടട ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾ എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റവരെ കണ്ണൂർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട കാരണം വ്യക്തമല്ല. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് പോലീസ് പറയുന്നു. അതേസമയം ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന ആക്ഷേപവുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും വിലക്കയറ്റത്തിനുമെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ ബജറ്റിലും പൊതുബജറ്റിലും കേരളത്തെ കേന്ദ്ര സർക്കാർ തീർത്തും അവഗണിച്ചു. നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ പ്രതികാര ബുദ്ധിയോടെയാണ് സമീപിക്കുന്നത്. പെട്രോൾ, ഡീസൽ, പാചക വില വർദ്ധിപ്പിച്ചതിനാൽ വിലക്കയറ്റം രൂക്ഷമാവുമ്പോഴും ഒരു നടപടിയും സ്വീകരിക്കാത്തത് ജനദ്രോഹ നയമാണെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞു. ഇനിയും കൂടുതലായിട്ടുള്ള ജനദ്രോഹ നയങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന് നരേന്ദ്രമോദി പറയുമ്പോ എന്തായിരുന്നു BJP-ക്കാരന്റെ ആഹ്വാനം? നരേന്ദ്രമോദി വന്ന ഏതോ സിനിമയിൽ ഏതോ ഒരു നടൻ പറയുന്ന പോലെ മലപ്പുറം കത്തി മിഷ്യൻ കണ്ണ് എന്നൊക്കെ പറയുന്നത് പോലെ നരേന്ദ്രമോദി വന്ന ഈ നാട് ആകെ മാറും. പാവപ്പെട്ടവന് ഈ നാട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആ നരേന്ദ്രമോദി പവനായി ശവമായതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേതാക്കളായ PA ഹരി, സുരേഷ് ബാബു എളയാവൂർ, അമൃത രാമകൃഷ്ണൻ, അജയൻ താളിക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പ് നാളെ ചേരുന്ന ജില്ലാ നേതൃയോഗം സമവായ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിശദമായി ചർച്ച ചെയ്യും. തിരഞ്ഞെടുപ്പിൽ സമവായം ഉണ്ടാക്കണമെന്നാണ് KPCCയുടെ നിർദ്ദേശമെങ്കിലും ഗ്രൂപ്പിന് കൂടുതൽ ഊർജം പകരാനുള്ള ചരടുവലിയിലാണ് AI വിഭാഗങ്ങൾ. കെ സുധാകരൻ നേതൃത്വം നൽകുന്ന വിശാല I വിഭാഗത്തിന് തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ മുൻതൂക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് സംഘടനാ രംഗത്ത് സുധാകരൻ സജീവമായതോടെ I വിഭാഗം ജില്ലയിൽ പിടിമുറക്കിയിട്ടുണ്ട്. KPCC ജനറൽ സെക്രട്ടറി P രാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് A വിഭാഗം അംഗത്തിനൊരുങ്ങുന്നത്. മന്ത്രി KC ജോസഫിന്റെ ഉപദേശ നിർദ്ദേശങ്ങളും A വിഭാഗത്തിന് കരുത്തു പകരുന്നുണ്ട്. ജോസഫിനെ സ്പീക്കറാക്കിയാൽ ജില്ലയിൽ A ഗ്രൂപ്പിനെ പിടിച്ചുകെട്ടാൻ കഴിയുമെന്ന് വിശാല I വിഭാഗം കരുതുന്നു. എന്നാൽ താൻ സ്പീക്കർ സ്ഥാനത്തേക്കില്ലെന്ന് ജോസഫ് ഇന്നലെയും ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. കണ്ണൂരിൽ 18 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ മാസം ജില്ലാ കോൺഗ്രസ് ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്തത്. ഇത്തരം വീഴ്ചകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രതയോടെയാണ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം. ബൂത്ത് തലം മുതൽ ജില്ലാ കമ്മിറ്റി വരെ ഈ ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കണമെന്നാണ് നിർദ്ദേശം. ആഗസ്റ്റ് 10-ന് 4 മണിക്കാണ് ബൂത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ്.
10 വർഷത്തിലധികം ഭാരവാഹികളായി തുടരുന്നവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതിനെക്കുറിച്ചും സംഘടനയിൽ സജീവമായി ചർച്ച ചെയ്യും. നിഷ്ക്രിയരായവരെ ഒരു തരത്തിലും തുടരാൻ അനുവദിക്കരുതെന്ന് KPCC ജില്ലാ കമ്മിറ്റികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ 10 വർഷം കഴിഞ്ഞിട്ടും സജീവമായി പ്രവർത്തിക്കുന്നവരെ തുടരാൻ അനുവദിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജില്ലയിലെ 92 മണ്ഡലം കമ്മിറ്റികളിൽ 80ഓളം കമ്മിറ്റികളിൽ ഐ ഗ്രൂപ്പിന് തന്നെയാണ് മുൻതൂക്കം. 23 ബ്ലോക്ക് കമ്മിറ്റികളിൽ 15ൽ ഐ ഗ്രൂപ്പിനാണ് മേധാവിത്വം. DCC ഭാരവാഹികളിൽ പ്രസിഡന്റ് ഉൾപ്പെടെ 13 പേർ ഐ ഗ്രൂപ്പുകാരാണ്, 10 പേർ എ ഗ്രൂപ്പുകാരും. DCC പ്രസിഡന്റ് K സുരേന്ദ്രനാണ് ജില്ലയിലെ സമവായ കമ്മിറ്റിയുടെ കൺവീനർ. മഹാത്മാഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ അരുന്ധതി റോയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കോൺഗ്രസുകാർ പ്രതികരിക്കാത്തത് ദുരൂഹമാണെന്നും വിദ്യാർത്ഥി സമരങ്ങൾ അത്യാവശ്യമാണെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ വെച്ച് എഴുത്തുകാരി അരുന്ധതി റോയ് മഹാത്മാഗാന്ധിക്കെതിരെ നടത്തിയ അപഹാസ്യവും അപകീർത്തിപരവുമായ പ്രസ്താവന പ്രതിഷേധാർഹമാണ്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവാത്തത് ദുരൂഹമാണെന്നും അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കണമെന്നും കടന്നപ്പള്ളി ആവശ്യപ്പെട്ടു. പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ സംസ്കാരത്തിനും സാംസ്കാരിക ബോധത്തിനും എല്ലാറ്റിനും എതിരായിട്ടുള്ളതാണ് എന്നുകൊണ്ട് നേരത്തെ എനിക്ക് പറഞ്ഞതുപോലെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തിന് ചിത്രീകരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ കേസെടുത്ത സാഹചര്യത്തിൽ ഇത് രാജ്യസ്നേഹികൾക്കും ഈ നാട്ടിലെ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുകൊണ്ട് അത് ദേശീയ വിരുദ്ധമാണ്, ദേശീയ താല്പര്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ കേസ് എടുക്കുന്നതിന് ഉത്തരവാദപ്പെട്ട സർക്കാർ തയ്യാറാകണമെന്നാണ്. വിദ്യാർത്ഥി സമരം അത്യാവശ്യമാണ്. ജനവിരുദ്ധ നയങ്ങൾ തുടരുന്ന കാലത്തോളം സമരം ഉണ്ടാവും. വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം നടത്തുന്നത് സമരത്തിന്റെ തീവ്രത അനുസരിച്ചാണെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കണ്ണൂർ നഗരസഭാ പരിധിയിലെ ഓട്ടോറിക്ഷകൾക്ക് KMC നമ്പർ അനുവദിക്കാനുള്ള അധികാരം നഗരസഭയ്ക്ക് തന്നെ വേണമെന്ന് കണ്ണൂർ നഗരസഭാ യോഗം ആവശ്യപ്പെട്ടു. വസ്തുനികുതികൾ സ്വീകരിക്കാനുള്ള സമയം മാറ്റിയ ഉദ്യോഗസ്ഥന്മാരുടെ നടപടിയെ കൗൺസിലർമാർ യോഗത്തിൽ ചോദ്യം ചെയ്തു. കണ്ണൂർ നഗരസഭാ പരിധിയിലെ ഓട്ടോറിക്ഷകൾക്ക് KMC നമ്പറുകൾ അനുവദിക്കാനുള്ള അധികാരം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നഗരസഭാ യോഗത്തിൽ തീരുമാനമായി. റോഡുകളടക്കമുള്ള പ്രവൃത്തിയുടെ ചുമതല നഗരസഭയാണ് നിർവഹിക്കുന്നത്. എന്നാൽ KMC അനുവദിക്കുന്നത് RTA ആണ്. ഇക്കാര്യം നിയമപരമായി പരിഗണിച്ച ശേഷം ജില്ലാ കളക്ടറുമായും RTO എന്നിവരുമായും ചർച്ച നടത്തും. നഗരസഭയിലെ വസ്തുനികുതികൾ സ്വീകരിക്കുന്ന സമയം 3 മണി എന്നത് 4 മണിയായി ഉയർത്തിയ ഉദ്യോഗതലത്തിലുള്ള തീരുമാനം നഗരസഭാ കൗൺസിൽ അറിയാത്തതിൽ കൗൺസിലർമാരും സെക്രട്ടറി അടക്കമുള്ളവരുമായി തർക്കമുണ്ടായി. എത്ര നല്ല തീരുമാനമായാലും കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടായിരിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ് പറഞ്ഞു. മട്ടന്നൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമം, യുവാവ് അറസ്റ്റിൽ. നിരവധി കേസുകളിൽ പ്രതിയായ പാടിക്കച്ചാലിലെ നിതിനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം നടുവനാടായിരുന്നു സംഭവം. രാത്രി 8ഓടെ വൈദ്യുതി മുടങ്ങിയ സമയത്ത് വിദ്യാർത്ഥിനി വീടിന് മുൻവശത്തിരുന്ന് ചിമ്മിണി വെളിച്ചത്തിൽ പഠിക്കുന്ന സമയത്ത് യുവാവ് കയറി പിടിക്കുകയായിരുന്നു. കുട്ടി ബഹളം വെച്ചതിനാൽ യുവാവ് ഓടി രക്ഷപ്പെട്ടു. പിടിയിലായ നിതിൻ 6ഓളം കേസിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ഇരിട്ടി, കേളകം, മാലൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി മോഷണം, അബ്കാരി, അടിപിടി കേസുകളാണുള്ളത്. യുവമോർച്ച ജില്ലാ നേതൃയോഗം വീറ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് P സുധീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുനിയമനങ്ങൾ അട്ടിമറിക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെന്നും തൊഴിൽ രഹിതരായ 8 ലക്ഷത്തോളം യുവാക്കളുടെ ജീവിതം പന്താടാനാണ് നിയമനിരോധനം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് P സുധീർ പറഞ്ഞു. നമ്മുടെ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നത് കാര്യകർത്താക്കന്മാരാണ്. കാര്യകർത്താക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്, അനുഭാവികളുണ്ട്. അനുഭാവികൾ നമ്മുടെ പരിപാടിയിൽ വന്നു, പ്രവർത്തകന്മാർ നമ്മൾ പറയുന്ന കാര്യം ചെയ്യും. കാര്യകർത്താക്കന്മാർ നമ്മളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏതെല്ലാം രീതിയിൽ സംഘടനാ പ്രവർത്തനം പരുവപ്പെടുത്തണം, അത് ആസൂത്രണം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കാര്യകർത്താക്കന്മാരാണ്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KV അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, നേതാക്കളായ ബിജു ഏളക്കുഴി, AP ഗംഗാധരൻ, പ്രകാശ് ബാബു, T ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. തോട്ടടയിൽ ബസ് മറിഞ്ഞ് 8 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തലശ്ശേരി കണ്ണൂർ റൂട്ടിലോടുന്ന പത്മശ്രീ ബസ്. ബ്രേക്ക് ഡൌൺ ആയതാണ് അപകട കാരണമെന്ന സൂചന.
കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ജില്ലാ നേതൃയോഗം നാളെ. സമവായ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചർച്ച ചെയ്തു. AI ഗ്രൂപ്പുകൾക്ക് തിരഞ്ഞെടുപ്പ് നിർണായകം. കരുത്ത് തെളിയിക്കാൻ ഇരുപക്ഷവും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനും വിലക്കയറ്റത്തിനുമെതിരെ. നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് സമീപിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ. ജില്ലയിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ. മഴക്കാല രോഗങ്ങൾക്ക് പുറമെ മാരക രോഗങ്ങൾ വരെ പടർന്നു പിടിക്കാമെന്ന് റിപ്പോർട്ട്. തൊഴിലിടങ്ങളിലും മതിയായത്ര സൗകര്യങ്ങളും ശുചിത്വവുമില്ല. ആരോഗ്യവകുപ്പ് തൊഴിലുടമകൾക്ക് നോട്ടീസ് നൽകി. ട്രെയിനിൽ നിന്ന് യാത്രക്കാരുടെ മേൽ കരിയോയിൽ തെറിച്ച സംഭവം. യാത്രക്കാർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടിക്ക്. റെയിൽവേ കോർഡിനേഷൻ കമ്മിറ്റി റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. നോട്ടീസ് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട്. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. സിൽക്കി മാൾ ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻസ്, ബാങ്ക് റോഡ്, കണ്ണൂർ. ബാഗ് ആൻഡ് ബാഗ് ഹോൾസെയിലിംഗ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ് നിയർ ജെ സ്കൂൾ കോർണർ, കണ്ണൂർ. സ്വപ്നങ്ങളാൽ നെയ്തെടുത്ത പട്ടിൻ പ്രൗഢി കാഞ്ചി സിൽക്സ്, പ്രഭാത് ജംഗ്ഷൻ, ഫോർട്ട് റോഡ്, കണ്ണൂർ. റോയൽ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സ്, ആന്റിക്സ് ആർട്ട് ഗാലറി, താന ജംഗ്ഷൻ, കണ്ണൂർ. Bobby Cheminor International Groups, Bobby and Maradona Gold Diamond Jewelry. I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. Lil Kids International Grade Preschool near Payyambalam Beach Road, Kannur. ബാഗുകൾക്ക് മാത്രമായി കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനം ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇല്ലിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. Kalyan Silks. And celebrate buy one get one free. Design Square, Rajiv Gandhi Road, Kannur. Neuro Development Therapy Center for Children, Reslock Neuro Development Therapy Center, Reslock Hospital, Tavakara, Kannur. വാർത്തകളിലേക്ക്. ജില്ലയിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് തികച്ചും വൃത്തിഹീനമായ ചുറ്റുപാടിൽ. 100ഓളം കേന്ദ്രങ്ങളിൽ ആരോഗ്യവകുപ്പ് നടത്തിയ ശുചിത്വ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ ശുചിത്വവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് തൊഴിലുടമകൾക്ക് നോട്ടീസ് നൽകി. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് ജില്ലയിലെ 100ഓളം കേന്ദ്രങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. അടിസ്ഥാന സൗകര്യമൊരുക്കാൻ തൊഴിലുടമകൾക്ക് നോട്ടീസ് നൽകി. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യമോ ശുചിത്വമോ ഇല്ല. മഴക്കാല രോഗങ്ങൾക്ക് പുറമെ മാരക രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലാണ് പലയിടത്തും അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളിൽ പലർക്കും മാരകമായ രോഗങ്ങൾ കണ്ടെത്തിയതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇവ സമീപവാസികളിലേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ജില്ലയിലെ 81 പഞ്ചായത്തുകളിലും ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡോക്ടർമാർ, ആശാ വർക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. കൂട്ടം കൂടി താമസിക്കുന്നിടത്ത് ആവശ്യമായ കക്കൂസോ കുളിമുറിയോ ഇല്ലെന്ന് കണ്ടെത്തി. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ തൊഴിലുടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് പ്രക്ഷോഭ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതീകാത്മക നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കാത്തതിലും എയിംസ് കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ ഉത്തര മലബാറിനെ അവഗണിച്ചതിലും പ്രതിഷേധിച്ചാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. LDF, UDF മുന്നണികളുടെ ഒത്തുകളിയെ തുടർന്നാണ് പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കാത്തത്. എയിംസിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം പരിയാരമാണെന്നും ഡോക്ടർ സുരേന്ദ്രനാഥ് പറഞ്ഞു. രണ്ട് മുന്നണികളും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഇച്ഛാശക്തി കാണിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഏറ്റെടുത്ത് ഇപ്പോൾ കൊച്ചിയും പരിയാരും രണ്ടും ഏറ്റെടുക്കുന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായിരുന്നത്. കൊച്ചി ഇപ്പോൾ ഏറ്റെടുത്ത് ഗവൺമെൻറ് മോഡലിൽ അത് വികസിപ്പിച്ചെടുക്കുകയാണ്. എന്നാൽ പരിയാരം നീണ്ടുപോകുന്നതിന് ഞങ്ങൾ കാണുന്ന കാരണം ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള പരസ്പര ധാരണ തന്നെയാണ് എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് വിനോദ് പയട, MK ജയരാജൻ, പ്രൊഫസർ ജലാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിനിൽ നിന്ന് യാത്രക്കാരുടെ മേൽ കരിയോയിൽ തെറിച്ച സംഭവം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യാത്രക്കാർ നിയമ നടപടിക്ക്. ഇതിന്റെ ഭാഗമായി റെയിൽവേ കോർഡിനേഷൻ കമ്മിറ്റി റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ഏറനാട് എക്സ്പ്രസിൽ നിന്ന് യാത്രക്കാരുടെ മേൽ കരിയോയിൽ അഭിഷേകമുണ്ടായിട്ടും റെയിൽവേ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിലാണ് നിയമ നടപടി. കഴിഞ്ഞ 16-ാം തീയതി മംഗലാപുരത്തു നിന്നും നാഗർകോവിലേക്ക് പോവുകയായിരുന്ന ഏറനാട് എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനിൽ നിന്നുമാണ് യാത്രക്കാരുടെ ദേഹത്ത് കരിയോയിൽ തെറിച്ചത്. നിയമ നടപടിയുടെ ഭാഗമായി സതേൺ റെയിൽവേ ജനറൽ മാനേജർ, സീനിയർ ഡിവിഷണൽ റെയിൽവേ മാനേജർ പാലക്കാട് ഡിവിഷൻ, സീനിയർ ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ തുടങ്ങിയവർക്ക്
1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചു. റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് പരിഹാരമുണ്ടാക്കേണ്ട അധികൃതർ നഷ്ടം സംഭവിച്ച യാത്രക്കാരോട് പുറംതിരിഞ്ഞ സമീപനം സ്വീകരിച്ചത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കരിയോയിൽ പതിഞ്ഞ് നഷ്ടം സംഭവിച്ച യാത്രക്കാരോട് തെളിവെടുക്കാൻ പോലും തയ്യാറാവാത്ത റെയിൽവേയുടെ നടപടിയെ നോട്ടീസിൽ ചോദ്യം ചെയ്യുന്നു. നിയമ നടപടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവും ഏറ്റെടുക്കാൻ നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. തളിപ്പറമ്പ് പട്ടുവത്ത് മരം വീണ് കൃഷിഭവൻ തകർന്നു. സമീപമുള്ള വായനശാല കെട്ടിടത്തിനും കേടുപാട് സംഭവിച്ചു. ഇന്ന് രാവിലെയാണ് കൂറ്റൻ തേക്കുമരം കടപുഴകിയത്. രാവിലെയുണ്ടായ കാറ്റിലും മഴയിലുമാണ് തേക്കുമരം ഇരുനില കെട്ടിടത്തിന് മുകളിൽ വീണത്. മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവന്റെ ആസ്ബറ്റോസ് ഷീറ്റുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മുറിയാത്തോട് കമ്മ്യൂണിറ്റി ഹാൾ വളപ്പിലാണ് മൃഗാശുപത്രി കൃഷിഭവൻ കെട്ടിടം. ഇതിന് തൊട്ടടുത്ത EMS സ്മാരക വായനശാല കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് സമീപത്തെ ഒരു തേക്കുമരവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം സംഘടിപ്പിച്ചു. കണ്ണൂർ NGO യൂണിയൻ ഹാളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം EV സരോജിനി ഉദ്ഘാടനം ചെയ്തു. ക്യാപ്റ്റൻ ലക്ഷ്മി സ്ത്രീകളുടെ അവകാശങ്ങൾക്കും താൽപര്യങ്ങൾക്കും വേണ്ടി പോരാടിയ ധീരവനിതയാണെന്ന് EV സരോജിനി പറഞ്ഞു. അഡ്വക്കേറ്റ് വിമലകുമാരി, ടി ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യ രാജ്യത്തെ ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ സമ്പത്ത് മുഴുവൻ ചോർത്തിയെടുത്തിട്ട് അത് ബ്രിട്ടീഷുകാരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൊള്ളനടത്താനുള്ള ഒരു സംവിധാനമായി മുന്നോട്ട് പോകുമ്പോൾ ഡോക്ടർ സ്വാമിനാഥന് ഏറ്റവും അധികം വല്ലാത്തൊരു വേദനയായിരുന്നു അന്ന് അദ്ദേഹം. അടഞ്ഞുകിടക്കുന്ന ബാറുകൾ തുറക്കാതിരിക്കുക, തുറന്ന ബാറുകൾ അടച്ചുപൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മദ്യനിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് EM മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ, കളത്തിൽ ബഷീർ, അഷ്റഫ് മമ്പറം തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ പലതവണയായി കണ്ഠം കൊട്ടുമാർച്ചെന്ന് വിളിച്ച മുദ്രാവാക്യങ്ങളാണ്, അതിന്റെ പ്രതിധ്വനിയാണ്, മാറ്റലിയാണ് ഇപ്പോൾ കേരള ചക്രവാളത്തിൽ ആളുകൾ അനുഭവിക്കുന്നത്. അതിനൊക്കെ ചില നിമിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. +1 സപ്ലിമെന്ററി പ്രവേശനത്തിന് ജില്ലയിൽ അപേക്ഷകരുടെ എണ്ണം 6000-ഓളം. ആകെ 5450 സീറ്റുകളാണ് ഉള്ളത്. അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. +1 പ്രവേശനത്തിന് രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം ഒഴിവ് വന്നതും 20% സീറ്റ് വർദ്ധിച്ചപ്പോഴുണ്ടായ കണക്ക് പ്രകാരമാണ് ജില്ലയിൽ +1-ന് 5450 സീറ്റുകളുള്ളത്. +1 പ്രവേശനത്തിന് രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം ഒഴിവ് വന്നതും 20% സീറ്റ് വർദ്ധിച്ചപ്പോഴുണ്ടായ കണക്ക് പ്രകാരമാണ് ജില്ലയിൽ +1-ന് 5450 സീറ്റുള്ളത്. അലോട്ട്മെന്റ് ലിസ്റ്റ് നാളെ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 19869 സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് വരെ ജില്ലയിൽ പ്രവേശനം നടത്തിയത്. അപേക്ഷിച്ചതാകട്ടെ 36,816 പേരും. ഈ വർഷം ജില്ലയിൽ നിന്ന് SLCക്ക് 34,713 പേർ ഉപരിപഠനത്തിന് അർഹത നേടിയിരുന്നു. കഴിഞ്ഞ വർഷം ജില്ലയിൽ +1-ന് 30,435 സീറ്റുകൾ ഉണ്ടായിരുന്നു. 38,072 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. കണ്ണൂരിൽ റൗണ്ട് ഗ്രാൻഡ് മാസ്റ്റർ ചെസ് അക്കാദമിയുടെ ഉദ്ഘാടനവും ജില്ലാതല ചെസ് മത്സരവും ഈ മാസം 27-ന് നടക്കും. KK കോംപ്ലക്സിൽ നടക്കുന്ന പരിപാടി TK രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ഗംഗാധരൻ മേലെടുത്ത് സമ്മാനദാനം നിർവഹിക്കും. കുറുവ UP സ്കൂളിൽ ഭാഷാ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചെറുകഥാകൃത്ത് KT ബാബുരാജ് നിർവഹിച്ചു. ബാബുരാജിന്റെ ഒരു ദീർഘദൂര ഓട്ടക്കാരന്റെ ജീവിതത്തിൽ നിന്നും എന്ന പുസ്തകം സ്കൂൾ ലൈബ്രറിക്ക് നൽകി. പ്രധാന അധ്യാപകൻ TK പ്രദീപ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ അഷഫ്, CC സഗിത, KC പ്രേമ തുടങ്ങിയവർ സംസാരിച്ചു. കലാകാരന്മാരോ എഴുത്തുകാരോ ഭാഷാ വിദഗ്ധരോ വലിയ സയന്റിസ്റ്റുകളോ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റുകളോ ഒക്കെ ആയി തീരുകയല്ല, ആത്യന്തികമായിട്ട് മനുഷ്യന്മാരായിട്ട്, നല്ല മനുഷ്യരായിട്ട്. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്ന സംഗമം നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. ജാതിമതഭേദമന്യേ സംഘടിപ്പിക്കപ്പെടുന്ന കൂട്ടായ്മകളാണ് റമദാൻ നാളുകളെ വ്രതശുദ്ധിക്ക് പുറമെ പുണ്യമയമാക്കുന്നത്. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളിൽ നിന്ന് പോരടിക്കാനല്ല, മറിച്ച് ഒന്നിച്ചു നിൽക്കാനാണ് മനുഷ്യർ ശ്രമിക്കേണ്ടതെന്ന് റോഷ്നി ഖാലിദ് പറഞ്ഞു. റമദാൻ വിശേഷത്തെക്കുറിച്ചോ റമദാൻ പുണ്യത്തെക്കുറിച്ചോ ഒന്നും പറയേണ്ട വ്യക്തിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ നന്നായി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിലേക്ക് വളർന്നു വന്നത് എന്നിവിടെ സൂചിപ്പിച്ചുകൊണ്ട്
നഗരസഭാ കൗൺസിലർ ഏറമ്പള്ളി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അനസ് മൗലവി റംദാൻ സന്ദേശം നൽകി. എൻ ചന്ദ്രൻ, അഡ്വക്കേറ്റ് പി ഇന്ദിര, അരക്കൻ ബാലൻ, അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ സ്കൂൾ ഓഫ് ജേർണലിസം സ്റ്റുഡൻസ് മീഡിയ ക്ലബ്ബ് ഫിലിം ചേംബറിന്റെ സഹകരണത്തോടെ നിഴലാട്ടം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ വിഷയം മഴയാണ്. ഓഗസ്റ്റ് 27-ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സുവീരൻ, ചാക്കോടി അന്തിക്കാട്, മുഹമ്മദ് പേരാമ്പ്ര തുടങ്ങിയവർ പങ്കെടുക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ ഗോൾഡ് സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി. സ്വർണം പവന് 80 രൂപ കുറഞ്ഞു. ഗ്രാമിന് 2625 രൂപ, പവന് 21,000 രൂപ. വെള്ളി ഗ്രാമിന് 49 രൂപ, 10 ഗ്രാമിന് 490 രൂപ. അവസാനമായി അറിയിപ്പുകൾ. പയ്യന്നൂർ കോളേജിൽ 1ാം വർഷ PG പ്രവേശനം നാളെ 10 മണിക്ക് നടക്കും. സ്വാതന്ത്ര്യം വയോജന സദനത്തിന്റെ നിർധന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം 25-ന് രാവിലെ 11-ന് സ്വാതന്ത്ര്യത്തിലെ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 0497776502. ചാൽ തുടർ വിദ്യാ കേന്ദ്രത്തിൽ 10ാം ക്ലാസ് തുല്യതാ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 7ാം ക്ലാസ് പാസ്സായവരും ജൂൺ 1-ന് 17 വയസ്സ് പൂർത്തിയായവർക്കും അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട നമ്പർ 9947095714. കണ്ണൂർ സർവകലാശാല തലശ്ശേരി ക്യാമ്പസിലെ അപ്ലൈഡ് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ MA പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 9496360783. എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിലേക്ക് താൽക്കാലിക ഉദ്യോഗാർത്ഥിയെ ആവശ്യമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. തോട്ടടയിൽ ബസ് മറിഞ്ഞ് 8 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തലശ്ശേരി കണ്ണൂർ റൂട്ടിലോടുന്ന പത്മശ്രീ ബസ്. ബ്രേക്ക് ഡൌൺ ആയതാണ് അപകട കാരണമെന്ന സൂചന. കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ജില്ലാ നേതൃയോഗം നാളെ. സമവായ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചർച്ച ചെയ്തു. AI ഗ്രൂപ്പുകൾക്ക് തിരഞ്ഞെടുപ്പ് നിർണായകം. കരുത്ത് തെളിയിക്കാൻ ഇരുപക്ഷവും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനും വിലക്കയറ്റത്തിനുമെതിരെ. നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് സമീപിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ. ജില്ലയിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ. മഴക്കാല രോഗങ്ങൾക്ക് പുറമെ മാരക രോഗങ്ങൾ വരെ പടർന്നു പിടിക്കാമെന്ന റിപ്പോർട്ട്. തൊഴിലിടങ്ങളിലും മതിയായത്ര സൗകര്യങ്ങളും ശുചിത്വവുമില്ല. ആരോഗ്യവകുപ്പ് തൊഴിലുടമകൾക്ക് നോട്ടീസ് നൽകി. ട്രെയിനിൽ നിന്ന് യാത്രക്കാരുടെ മേൽ കരിയോയിൽ തെറിച്ച സംഭവം. യാത്രക്കാർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടിക്ക്. റെയിൽവേ കോർഡിനേഷൻ കമ്മിറ്റി റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. നോട്ടീസ് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.